അസാധാരണ സംഘർഷം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിക്ക് മുന്നിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെ CPM പ്രവർത്തകരുടെ കനത്ത ആക്രമണം. 8.5 മണിക്കൂർ നീണ്ട പരിശോധനകൾക്ക് ശേഷം മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ വാഹനമാണ് പ്രതിഷേധക്കാർ അടിച്ചു തകർത്തത്. വാഹനത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതോടെ പോലീസ് ലാത്തിവീശി. തലസ്ഥാന നഗരി ഇപ്പോൾ കനത്ത പോലീസ് വലയത്തിലാണ്. CMRL മാസപ്പടി കേസിൽ ഇന്ന് പുലർച്ചെയാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ വസതിയിൽ ED സംഘം പരിശോധനയ്ക്ക് എത്തിയത്. അതീവ നിർണായകമായ റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങാനായി ഔദ്യോഗിക വാഹനത്തിൽ കയറിയ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് അപ്രതീക്ഷിത ആക്രമണമുണ്ടായത്. അക്രമാസക്തരായ CPM പ്രവർത്തകർ ED വാഹനത്തിന്റെ മുന്നിലെയും പിന്നിലെയും ചില്ലുകൾ പൂർണ്ണമായും തകർത്തു. ഉദ്യോഗസ്ഥരെ കാറിൽ നിന്ന് പുറത്തിറക്കി കയ്യേറ്റം ചെയ്യാനും വലിയ രീതിയിലുള്ള ശ്രമമുണ്ടായി. തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന വൻ പോലീസ് സന്നാഹവും പ്രതിഷേധക്കാരും തമ്മിൽ തെരുവിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ അക്രമികളെ പിരിച്ചുവിടാൻ പോലീസ് കനത്ത ലാത്തിചാർജ് നടത്തുകയായിരുന്നു. പോലീസിന്റെ നടപടിയിൽ നിരവധി CPM പ്രവർത്തകർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരം. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ 2 വസതികൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 12ഓളം തന്ത്രപ്രധാന കേന്ദ്രങ്ങളാണ് ഇന്ന് ഒരേ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. റെയ്ഡ് അവസാനിപ്പിച്ചതിന് പിന്നാലെ ഉണ്ടായ ഈ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വസതിക്ക് മുന്നിലും തിരുവനന്തപുരം നഗരത്തിലും ഇപ്പോൾ വൻ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.